പാരമ്പര്യവുമായി മാണി സൺസ് സൂപ്പർ മാർക്കറ്റ് ഓട്ടുപാറ. ഉപ്പുതൊട്ട് കർപ്പൂരം വരെയുള്ള പലചരക്ക് വ്യഞ്ജനങ്ങൾ ആവശ്യാനുസരണം തിരഞ്ഞെടുക്കാൻ മാണി സൺസ് സൂപ്പർ മാർക്കറ്റ്. ബ്രാൻഡഡ് അരികൾ, പ്രമുഖ കമ്പനികളുടെ ബിരിയാണി അരികൾ, ബ്രാൻഡഡ് കറി പൗഡറുകൾ, സ്പൈസസ്, ഡ്രൈ ഫ്രൂട്ട്സ്, എസൻസ് എന്നിവയും സ്റ്റീൽ, അലുമിനിയം, പ്ലാസ്റ്റിക് തുടങ്ങിയ ഹോം അപ്ലയൻസിന്റെ വിപുലമായ ശേഖരം. വ്യാപാരികൾക്കായി ഹോൾസെയിൽ സംവിധാനം. എല്ലാവിധ പലചരക്ക് സാധനങ്ങളും ഒരു കുടക്കീഴിലൊരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. മാണി സൺസ് ജില്ലാ ആശുപത്രിക്ക് സമീപം ഓട്ടുപാറ, വടക്കാഞ്ചേരി. ഫോൺ നമ്പർ 9072303443 8078417443. തെക്കുംകര പഞ്ചായത്തിലെ വാഴാനി മേഖലയിലെ മധ്യവയസ്കനായ കർഷകന് ലിഷ്മാനിയസിസ് എന്ന രോഗം കണ്ടെത്തി. വലത് കൈയിൽ ഉണങ്ങാത്ത വ്രണവുമായി വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടിയ ഇയാൾ ഒടുവിൽ വടക്കാഞ്ചേരി ശാസ്ത ഹെൽത്ത് കെയർ ആൻഡ് സെന്ററിലെ സീനിയർ സർജൻ എം ശശികുമാറിനെ സമീപിക്കുകയായിരുന്നു. സംശയം തോന്നിയതിനാൽ ബയോപ്സിയിലൂടെ രോഗം സ്ഥിരീകരിച്ചതെന്ന് ഡോക്ടർ ശശികുമാർ എനി ടൈം ന്യൂസിനോട് പറഞ്ഞു. ഏകദേശം 3 ആഴ്ച മധ്യവയസ്കനായ ഒരാൾ മറ്റേ കയ്യിലൊരു വ്രണവും ആശുപത്രിയിൽ 4 മാസമായി അദ്ദേഹം പല ആശുപത്രികളിലായിട്ട് ചികിത്സയാണ്. ഉണങ്ങാൻ താമസമുള്ള രീതിയിലുള്ള ഇത്തരം നമ്മളോ ഒരു മഴയല്ല, ചെറിയൊരു മഴ, ഇത്തരം മുളകൾ സാധാരണ നമ്മളതിൻ്റെ ഇഷ്ടപ്പെട്ട ബയോപ്സി ടെസ്റ്റ് ചെയ്ത് വേണ്ടിയിട്ടാണ് രോഗം നിർണ്ണയം. അദ്ദേഹത്തിൻ്റെ ബയോപ്സി ടെസ്റ്റ് ചെയ്തിട്ട് അത് ക്യൂട്ടാനിയസ് ലിഷ്മാനിയാസിസ് എന്ന രോഗം. ഈ രോഗം നമ്മുടെ ഈ ഭാഗങ്ങളിൽ നിന്ന് നമുക്ക് സാൻഫ്ലൈ എന്ന് പറയുന്ന ചെറിയ കീടമായതിന് ഇതിൻ്റെ കടിയേറ്റ് കിട്ടുന്നവർക്കാണ് ഇത് ത്വക്കിൽ ചെറിയ മുളകളായോ വ്രണങ്ങളായോ വരാം, വായ്ക്കകത്ത് വരാം, പിന്നെ ഉദരത്തിൽ ലിവർ ക്ലീൻ തുടങ്ങിയ അവയവങ്ങളെ ബാധിച്ച് നീരുണ്ടാക്കി കാലാസാർ എന്ന ഗുരുതരമായ രോഗമുണ്ടാകും. നമ്മുടെ നാട്ടിൽ 1958 നിലമ്പൂർ കരളായി എന്ന സംസ്ഥാനത്ത് നാട്ടിലായിരുന്നു. അതിനുശേഷം പല ഭാഗത്തും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഭാഗങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ എവിടെയും കാണുന്നു. ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ ബീഹാർ. ഒരു വർഷത്തിൽ ഏകദേശം 3 ലക്ഷത്തിൽ 3 തൊട്ട് 5 ലക്ഷം വരെ ആൾക്കാർക്ക് ഇത് ബാധിക്കും. ഏറ്റവും ബുദ്ധിമുട്ടെന്താ വെച്ചാൽ ഇതിൻ്റെ മരുന്നുകൾ നമ്മളിവിടെ കാണും. ഒരു ജനങ്ങളുടെ അറിവിലേക്കായിട്ടും പിന്നെ കൺസർവേഷനായിട്ട് കൺസർവേഷൻ അറിയിച്ചിട്ടുണ്ട്. ഈ സാൻഫ്ലൈ എന്ന് പറയുന്ന ഒരു ചെറിയ ഒരു 2-3 മില്ലിമീറ്റർ വലുപ്പമുള്ള ചെറിയൊരു കീടത്തിൻ്റെ ഇതിൻ്റെ ഇതിൻ്റെ കടി കൂടിയാണ്. ആ കീടത്തിന് ഈ അണുബാധമാണ്. അപ്പോൾ ഇതൊരു പ്രോട്ടോസോവ, ഒരു ചെറിയ ഈ ജസ്മിന എന്ന് പറഞ്ഞൊരു പ്രോട്ടോസോവയാണ്. അപ്പോൾ അത് ബാധിച്ച സാൻഫ്ലൈ എന്ന കീടങ്ങൾ വ്യക്തികളിൽ നിന്ന് പകരാനുള്ള വ്യക്തികളിൽ നിന്ന് ഈ കീടത്തിൻ്റെ കടിയിൽ ബാധിച്ച വ്യക്തി ആ ബാധി കഴിച്ച കീടം നമ്മളെ കഴിക്കുകയാണെങ്കിൽ നമുക്ക്. സാൻഫ്ലൈ എന്ന ചെറു പ്രാണിയിൽ നിന്നാണ് രോഗം പരത്തുന്നത്. വ്രണത്തിൽ കടിച്ച പ്രാണി മറ്റൊരാളെ കടിച്ചാൽ അയാളിലും രോഗം പകരാമെന്ന് ഡോക്ടർ പറഞ്ഞു. 1980-ൽ ബാരൂരിലാണ് ആദ്യം രോഗം റിപ്പോർട്ട് ചെയ്തത്. തൊലിപ്പുറത്തും വായിലും ആദ്യം വ്രണങ്ങളുണ്ടാകും. പിന്നീട് ശരീരത്തിലെ മറ്റു ഭാഗങ്ങളിലേക്കും മാരകമായ രോഗമായി മാറും. രോഗത്തിനുള്ള മരുന്നിൻ്റെ ലഭ്യത കുറവാണ്. കേരളത്തിൽ രോഗത്തിന് ചികിത്സിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നും ഡോക്ടർ ശശികുമാർ പറഞ്ഞു. മലയോര പ്രദേശങ്ങളിലാണ് രോഗം കൂടുതലായി കണ്ടുവരുന്നത്. ബീഹാറിലാണ് രോഗം കൂടുതലുള്ളത്. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക.
വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.